നോട്ട് നിരോധനം വന്നതിന് ശേഷം പലപ്പോഴും കാരണം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന പണമൊന്നും നമുക്ക് പിന്നീട് കിട്ടിയില്ല അല്ല, അങ്ങനെ ഞങ്ങളിൽ കള്ളപ്പണമുണ്ട്, നിങ്ങൾക്കത് നിങ്ങൾ ബാങ്കിലിട്ട് മാറ്റാം, എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുന്ന ഗതികൾ. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് പൈസ പോയി ഇങ്ങനെ വന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കുക എന്നൊരു ചോദ്യം അവിടെ ഒബ്വിയസ്ലി വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പം ഞാൻ ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടനാണ്, അല്ലെങ്കിൽ ഒരു നിർമ്മാതാവാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നു, സർ എനിക്കൊരു 50 കോടി വെളുപ്പിക്കണം. ഓക്കെ, ഞാനത് ചെയ്തുതരാം. അപ്പോൾ കാണുന്നവർ ചോദിക്കും, അങ്ങനെ അപ്പോൾ അതെങ്ങനെ വെളുപ്പിക്കാൻ പറ്റും? കാരണം നിങ്ങളും ഞാനും തമ്മിലൊരു എഗ്രിമെൻറ്റ്, ഇതൊന്ന് കിട്ടുന്ന ലാഭം കിട്ടിയാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം തരണം. അപ്പോൾ എൻ്റെ ബുദ്ധി എന്താണ്, വേണ്ട ഒരു 10 കോടിയാന്ന് വിചാരിച്ചു. നിങ്ങൾ 10 കോടി കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ പറയും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു പടമുണ്ട് 30 കോടിയാണ്. അപ്പോൾ അതിൻ്റെ 1/3